ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് റഫേൽ യുദ്ധവിമാനങ്ങൾ. ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള ദസോൾട്ട് ഏവിയേഷനാണ് ഇത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച് പുറത്തിറക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണിത്. ഏതാണ്ട് 2000-ലാണ് ഇതിന്റെ ഒരു രൂപകൽപ്പനയൊക്കെ നടക്കുന്നത്. പിന്നീട് ഈ യുദ്ധവിമാനം നിർമ്മിക്കുകയും ഫ്രഞ്ച് സേനയുടെ കരുത്തായിട്ട് ഇത് മാറുകയും ചെയ്തു. പ്രതികൂല കാലാവസ്ഥയിൽ പോലും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന ഈ യുദ്ധവിമാനങ്ങൾ ഇന്ന് ഇന്ത്യയുടെ കൂടി ഭാഗമാണ്. മീഡിയം മൾട്ടി റോൾ കോമ്പാറ്റ് എയർക്രാഫ്റ്റ് കാറ്റഗറിയിലാണ് ഇത് പെടുന്നത്. ഇന്ത്യയുടെ വായുസേന ഇന്നിത് ഉപയോഗിക്കുന്നുണ്ട്. ലേ ലഡാക്ക് പോലെയുള്ള സ്ഥലങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിലുള്ള പ്രദേശങ്ങളാണ്. ഇത്തരം പ്രദേശങ്ങളിൽ പറന്നുയരാനുള്ള എഞ്ചിൻ കരുത്താണ് റഫേൽ യുദ്ധവിമാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ശത്രുവിന്റെ സ്ഥാനങ്ങൾ ഫലപ്രദമായി കണ്ടെത്താൻ സഹായിക്കുന്ന ഇസ്രായേൽ നിർമ്മിതമായ അത്യാധുനിക സെൻസറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 2.5 ടൺ ഭാരമുള്ള ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ഭാരം കൂടിയ മിസൈലുകൾ വഹിക്കാനുള്ള ശേഷിയും ഇവയ്ക്കുണ്ട്. വായുവിൽ നിന്ന് വായുവിലേക്കും കരയിലേക്കും ആക്രമണം നടത്താൻ പറ്റിയ മിസൈലുകൾ വഹിക്കുവാനും ഈ യുദ്ധവിമാനങ്ങൾക്ക് ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ മികച്ച യുദ്ധവിമാനങ്ങളുടെ കൂട്ടത്തിലാണ് ഇവ ഉൾപ്പെടുന്നത്. അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെ കൈവശവും ഇതില്ല എന്നതും ഇതിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഫ്രാൻസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ യുദ്ധവിമാനമുള്ളത്. അക്കൂട്ടത്തിൽ തന്നെ ഇന്ത്യയാണ് പ്രധാനി എന്ന് എടുത്തു പറയണം. ഇപ്പോഴത്തെ ഇന്ത്യ റഫേൽ യുദ്ധവിമാനങ്ങളുടെ തന്നെ മറ്റൊരു സീരീസ് കൂടി വാങ്ങാനുള്ള സാധ്യതകൾ തെളിയുകയാണ്. പറഞ്ഞു വരുന്നത് റഫേൽ എം എന്ന് പറയുന്ന മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റിനെ കുറിച്ചാണ്. നാവികസേന കരുത്തു പകരാനാണ് ഈ യുദ്ധവിമാനങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ INS വിക്രാന്ത് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് കരിയറിന് വേണ്ടിയിട്ട് ഈ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ചർച്ചകൾ ഈ വരുന്ന മെയ് മാസം 30-ാം തീയതിയോടുകൂടി ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനുവേണ്ടി ഫ്രാൻസ് വളരെ വിദഗ്ധരായിട്ടുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെ നിയമിച്ചു കഴിഞ്ഞുവെന്നും ഇന്ത്യയുമായി ചർച്ചകൾ നടത്തി കരാറുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയുടെ 3ാമത്തെ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് ആദ്യമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. 2022-ലാണ് ഇത് കമ്മീഷൻ ചെയ്യുന്നത്. ഇതിനു മുമ്പായിട്ട് ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്നത് റഷ്യൻ നിർമ്മിത എയർക്രാഫ്റ്റ് കരിയർ ആയിരുന്നു. അതിനെ നമ്മൾ INS വിക്രമാദിത്യ എന്ന് പുനർനാമകരണം ചെയ്ത് അതിൽ കൂടുതൽ ആധുനികമായ ടെക്നോളജികൾ കൊണ്ടുവന്ന് അതിനെ ഒരു മികച്ച ആധുനിക ഒരു വിമാനവാഹിനി കപ്പലാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും തദ്ദേശീയമായിട്ടൊന്ന് നിർമ്മിക്കുക എന്നത് ഇന്ത്യയുടെ ദീർഘകാല സ്വപ്നമായിരുന്നു. അങ്ങനെയാണ് INS വിക്രാന്ത് ഇന്ത്യ നിർമ്മിക്കുന്നത്. INS വിക്രാന്ത് 2022-ൽ കമ്മീഷൻ ചെയ്തതോടെ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യേകിച്ച് നേവിയുടെ കരുത്ത് കൂടുതൽ വർദ്ധിച്ചു എന്ന് എടുത്തു പറയണം. നിലവിൽ ഇന്ത്യ 36ഓളം റഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് വായുസേനയുടെ ഭാഗമായിട്ടാണുള്ളത്. എന്നാൽ 26 ഈ റഫേൽ എം കാറ്റഗറിയിൽ പെടുന്ന, അതായത് മറൈൻ കാറ്റഗറിയിൽ പെടുന്ന യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിന്റെ പ്രധാന കാരണം INS വിക്രാന്തിൽ അത് ഉപയോഗിക്കാം എന്ന ലക്ഷ്യത്തോടെയാണ്. INS വിക്രാന്തിനെ കൂടുതൽ പ്രഹരശേഷിയുള്ള കൂടുതൽ ശക്തമായ ഒന്നാക്കി മാറ്റാൻ ഇതിലൂടെ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം തന്നെ ഇന്ത്യ തദ്ദേശീയമായി 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. AMCA പ്രോജക്റ്റ് അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത്. സ്വന്തമായി 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുക, 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുക എന്നത് ഇന്ത്യയുടെ വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതുവരേക്കും നമ്മുടെ സൈന്യത്തിന്റെ ശക്തി ഒട്ടും ചോർന്നു പോകാതെ ഏതൊരു പ്രതികൂല സാഹചര്യത്തെ നേരിടാൻ പറ്റുന്ന വിധം ശക്തമാക്കി ഇന്ത്യൻ സൈന്യത്തെ നിലനിർത്തുക എന്നതാണ് ഗവൺമെന്റിന്റെ മുന്നിലെ വെല്ലുവിളി. തദ്ദേശീയമായി നമ്മൾ ആയുധങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയാൽ ലോകത്ത് ഒരു രാജ്യത്തിന്റെയും സഹായം നമുക്ക് ആവശ്യമായി വരില്ല. തേജസ് യുദ്ധവിമാനങ്ങൾ സ്വന്തമായി യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള നമ്മുടെ കഴിവ് തെളിയിച്ചുകൊണ്ടുള്ള ആദ്യ ചുവടുവയ്പായിരുന്നു. ഇനി തദ്ദേശീയമായി എഞ്ചിനുകൾ ഉൾപ്പെടെ നിർമ്മിക്കുവാനും ആധുനികമായ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുവാനുമുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ഇന്ത്യ. എന്നാൽ അത് പൂർത്തിയാകുന്നതുവരെ നമ്മുടെ നാവിക, വ്യോമ, കര സൈന്യങ്ങളെ ശക്തമായി തന്നെ നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് രാജ്യമായ ഫ്രാൻസ് നിർമ്മിത യുദ്ധവിമാനങ്ങൾ തന്നെ പരിഗണിക്കുന്നത്. എന്തായാലും റഫേൽ യുദ്ധവിമാനങ്ങൾ റഷ്യൻ യുദ്ധവിമാനങ്ങളെക്കാൾ മികച്ചതാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നേവി ഒരുപക്ഷെ അത് സ്വന്തമാക്കാൻ ശ്രമിച്ചേക്കാം. നമ്മൾ 3ാമതായി തദ്ദേശീയമായി നിർമ്മിക്കാൻ ഒരുങ്ങുന്ന വിമാനവാഹിനി കപ്പലാണ് INS വിശാൽ. ഏകദേശം 55-ലധികം എയർക്രാഫ്റ്റുകളെ ഇതിനെ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. 300 മീറ്ററിലധികം നീളമുണ്ടാകുന്ന ഇത് ഏറ്റവും ലോകത്തിലെ തന്നെ മികച്ച ഒരു എയർക്രാഫ്റ്റ് കരിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രധാനമായും തദ്ദേശീയമായി നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങൾ അടക്കം ഉപയോഗിക്കാൻ തന്നെയായിരിക്കും ഇന്ത്യ തീരുമാനിക്കുക. എന്തായാലും ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഇത് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങളും വൈകാതെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും
ഫ്രാൻസുമായിട്ടുള്ള ആയുധ ഇടപാട് കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.